കേരളത്തെ ലഹരി മുക്തമാക്കുക എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ പോലീസോ എക്സൈസ് വകുപ്പോ മാത്രം വിചാരിച്ചാൽ കഴിയുന്ന കാര്യമേ അല്ല. അത് പൊതുസമൂഹത്തിൻ്റെ ഒരു ക്രൈമായി നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ സ്വാധീനശേഷിയുള്ളവർ നിരന്തരം അതിൽ ഇടപെട്ടാൽ മാത്രമേ ആ ബോധവൽക്കരണം പൂർത്തിയാവൂ. അത് ചടങ്ങിന് അത് നടത്തി പിരിഞ്ഞു പോകേണ്ട ഒന്നല്ല, ഒരു പ്രതിജ്ഞ ചൊല്ലി പിരിഞ്ഞു പോകേണ്ടതല്ല. അതുകൊണ്ട് തന്നെ വിവിധ സമുദായ സംഘടനകളായിട്ടുള്ളവരുമായി നമ്മൾ സംസാരിച്ചു. നമുക്കൊപ്പം താമരശ്ശേരിയുടെ പ്രതിനിധിയുണ്ട്, ഒപ്പം ക്രിസ്ത്യൻ സമുദായ വിഭാഗത്തിൻ്റെ മതവിഭാഗത്തിൻ്റെ പ്രതിനിധിയുണ്ട്. നമുക്ക് ഫാദറിനോട് തന്നെ ചോദിക്കാം. ഫാദർ, ഈ പ്രദേശത്തെക്കുറിച്ച് ഇപ്പോൾ തുടർച്ചയായിട്ട് വാർത്തകളാണ്. പണ്ട് താമരശ്ശേരി എന്ന് പറഞ്ഞാൽ താമരശ്ശേരി ചുരമായിരുന്നു, നമ്മുടെ പപ്പുവിൻ്റെ ചുരം. മാത്രമല്ല ആളുകൾക്കെല്ലാം വളരെ ഒരു തണുപ്പുള്ള ഒരു പ്രദേശമായിരുന്നു. ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ MDMA ഇല്ലെങ്കിൽ ആഷിഖിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയത്, ഷഹബാസിനെ കൊലപ്പെടുത്തിയ സ്ഥലമായി മാറുന്നു. ഒരു വല്ലാത്തൊരു ആശങ്കയും ഒരു ടെൻഷനും സമൂഹത്തിലുണ്ട്. എന്ത് ചെയ്യാൻ സാധിക്കും ഫാദർ? ഞങ്ങൾ താമരശ്ശേരി രൂപത യുവജന പ്രസ്ഥാനത്തിന്റെ രൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മുടെ പേര് റിച്ചാർഡ്. എന്താ പേര്? ചെൽസിയ. ഓക്കെ. അപ്പോൾ ഈ വളരെ നിർഭാഗ്യവശാൽ താമരശ്ശേരിയും അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ ഈ ദിവസങ്ങളിലെ വാർത്തകളിൽ പ്രത്യേകിച്ച് ലഹരിയുടെ കീഴിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ വളരെ നിർഭാഗ്യവശാൽ നമ്മളും ഈ താമരശ്ശേരിക്കാരായതിൽ ചെറിയൊരു വിഷമമുണ്ട്. എന്നാൽ പോലും നമ്മുടെ എല്ലാ യുവജന നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് മത അനുയായികളാണെങ്കിലും അതുപോലെ തന്നെ നാട്ടുകാരാണെങ്കിലും ഈ രീതിയിൽ പ്രത്യേകിച്ച് ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്ന ഈ ദിവസങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് പ്രത്യേകിച്ച് യുവജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതുപോലെ തന്നെ അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുന്നതിനും കാരണമാണ്. പ്രത്യേകിച്ച് താമരശ്ശേരി രൂപത യുവജന പ്രസ്ഥാനം ഈ രീതിയിൽ നമ്മുടെ ഇടവകയിലും അതുപോലെ തന്നെ രൂപത മുഴുവനിലും മറ്റു രൂപതകളിലും ഇതേപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ചെമ്പടവിന് പോകുന്ന വഴിയാണ്, അവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേകിച്ച് വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാനും അതുപോലെ തന്നെ സമൂഹത്തോട് നല്ലൊരു പ്രതിബദ്ധത ഉണ്ടാകുവാനും പ്രത്യേകിച്ച് നല്ല കൂട്ടുകെട്ടുകൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുവാനും അതുപോലെ തന്നെ അവരുടെ നൈസർഗികമായ കഴിവുകൾ കലാകായിക മത്സരങ്ങൾ നടത്തുക, അങ്ങനെയുള്ള കഴിവുകളിലൂടെ അവരെ ലഹരിയിൽ നിന്നും മാറ്റി അവരുടെ കഴിവുകൾ അതുപോലെ തന്നെ കുടുംബത്തോടുള്ള ബന്ധം അതൊക്കെ ലഹരിയായിട്ട് അല്ലെങ്കിൽ വിശ്വാസം സമുദായം അതൊക്കെ ഒരു ലഹരിയായിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, KCBC ഇന്നത്തെ ദിവസം ഞായറാഴ്ച മദ്യവിരുദ്ധ ലഹരി ഞായറായിട്ട് ലഹരി വിരുദ്ധ ഞായറായിട്ട് ആചരിക്കാനായിട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹല്ല് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. അവിടെ ഈ മദ്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. അതേപോലെ സഭയ്ക്ക് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ ഞങ്ങൾ തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് തയ്യാറാകും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ലഹരിക്ക് അടിമപ്പെട്ട മനുഷ്യരെ സഭയും സമൂഹവും അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവജന സംഘടന എന്താ ഇതിനകത്ത് കാര്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇതിനൊരു ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഈ ബോധവൽക്കരണങ്ങളപ്പുറത്തേക്ക് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ഇതിനെ ക്രിയേറ്റീവായിട്ട് നേരിടാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെ കുറേയൊക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ മലയോര പ്രദേശമാണ്. ഈ മലയോര പ്രദേശത്ത് കൂടുതലും കുട്ടികൾക്കൊന്നും കളിക്കാനുള്ള കളിക്കളങ്ങളില്ല. കുറേയൊക്കെ ഒഴിഞ്ഞ പറമ്പുകളിൽ പോലും കളിക്കാനുള്ള അനുമതി ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളൂ. ആ ഒരു അവസരത്തിൽ നമ്മൾ കൂടുതൽ കളിക്കളങ്ങൾ സൃഷ്ടിക്കുക, കുട്ടികളെ കരയിലേക്ക് നയിക്കുക, കളിക്കളങ്ങൾ എൻഗേജ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു കളി ഒരു ലഹരിയായി മാറി മൈതാനങ്ങളിൽ കളിയുടെ ലഹരി പടർത്തട്ടെ, മൈതാനങ്ങളിൽ ലഹരിയുടെ ലഹരി പടർത്താതിരിക്കട്ടെ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഖുറാൻ്റെ ഒരു വാചകം ഇവിടെ ചൊല്ലി, ഇബിലീസിൻ്റെ വിളയാട്ടമാണ് ലഹരി എന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിളിൽ സമാനമായ വചനങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? അതായത് എങ്ങനെയാണ് ഈ ഒരു പിശാച് മനുഷ്യൻ്റെ മനസ്സിൽ വലിയ നരകം സൃഷ്ടിക്കുന്നത്? സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിയമാവർത്തനത്തിലും പഴയ നിയമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാ മതങ്ങളിലും അത് പറയുന്നുണ്ട്. ജലസാ വന്നാട്ടെ, എങ്ങനെ നമുക്കിതിനെ പിടിച്ചു മാറ്റാൻ പറ്റും? നമ്മൾ ലഹരിക്കെതിരെ പോരാടണം. അതായത് നമ്മൾ കളിക്കളങ്ങൾ ചേട്ടൻ പറഞ്ഞ പോലെ കളിക്കളങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ കായികമായ പരിപാടികളെല്ലാം പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ. നിങ്ങളുടെ സഭയിലുള്ള ഏതെങ്കിലും ചെറുപ്പക്കാർ ഈ സാധനം ഉപയോഗിക്കുന്നു എന്ന വിവരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളതിനെതിരെ പോലീസിനോട് ആക്ഷൻ എടുക്കും. അതാണ്, അത് നമ്മൾ മൂടി വയ്ക്കത്തില്ല. ഏതെങ്കിലും തരത്തിൽ അത് സഭയ്ക്കോ അതല്ലെങ്കിൽ കുടുംബത്തിനോ ഒരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതി നമ്മളത് മൂടി വയ്ക്കില്ല. നമ്മുടെ മാതൃക എന്ന് പറയുന്നത് സ്വന്തം മകനെ പോലീസിന് പിടിച്ചു കൊടുത്ത മിനി എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. സഹികെട്ടാണ് പിടിച്ചു കൊടുത്തത്. ആ അമ്മയാണ് നമ്മുടെ മാതൃക അല്ലേ? തീർച്ചയായും. അപ്പോൾ താങ്ക് യു ഫാദർ. ഇന്ന് ഞായറാഴ്ചയാണ്, തിരക്കുള്ള ദിവസമാണെന്ന് അറിയാം. ഞങ്ങൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് പോകും. ഇന്ന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും ഉണ്ട്. അപ്പം അത്തരം നല്ല കാര്യങ്ങളിലേക്ക് വരട്ടെ. സ്പോർട്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മുടെ സ്പോർട്സിനെ കുറിച്ച് ഫാദർ പറഞ്ഞപ്പോൾ ഒരാളെ കൂടെ നമ്മൾ പരിചയപ്പെടുത്താം. ഫാദർ, ഇത് ശ്രീ ഡാനിയൽ ഒരു കാലത്തല്ല ഇപ്പോഴും ഒരു കൈ നോക്കും, അവിടെ റെയിൽവേയുടെ മെസ്സി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? പേര് എബിമോൻ മാത്യു, കായിക അധ്യാപകനാണ്. റെയിൽവേക്ക് വേണ്ടിയിട്ട് ഫോർവേഡ് ആയിരുന്നോ ഡിഫൻസ് ആയിരുന്നോ?
ഡിഫൻസിലായിരുന്നു. കരുത്ത കോട്ട കാത്തയാളാണ് കേട്ടോ. റെയിൽവേയുടെ ഒരു കാലത്തെ ഗോൾ വലകൾ കാത്ത ഡാനിയൽ സാറാണ് നമുക്ക് ഉള്ളത്. നമസ്കാരം സാർ, സുഖമല്ലേ? ഇപ്പൊ എത്ര വർഷമായി പന്തൊന്ന് കാലുകൊണ്ട് തൊട്ടിട്ട്? ഡെയിലി തൊടുന്നുണ്ട്. അതാണ് സ്പിരിറ്റ് അല്ലേ? പണ്ട് കളിച്ചു എന്നുള്ളതല്ല, ഇപ്പോഴും നമ്മൾ പണ്ട് കാലുകൊണ്ട് തൊടും. ഇപ്പോഴും സജീവമായിട്ടുണ്ട്. ലഹരി കാൽപന്ത് കളിയാണോ? പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പൊ ലഹരി കാൽപന്ത് കളിയാണോ? അല്ല 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 കാൽപന്ത് കളിയാണോ ലഹരി? അതാണ് എന്റെ ഫുട്ബോൾ ആണ് ലഹരി. ചെറുപ്പം മുതൽ ഞങ്ങളെയൊക്കെ ചെറുപ്പം മുതൽ ലഹരി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ആയിരുന്നു. അതല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതല്ലല്ലോ. എവിടെയെങ്കിലും ഒരു ഗ്രൗണ്ട് കണ്ടാൽ ആദ്യം അത് നോക്കാതെ പോവില്ല. അതാണ് ഇപ്പോഴും ആൾക്കാർ നോക്കാതെ പോകുന്നത്. ലഹരി കണ്ടാൽ രാത്രി അവിടെ പോയി എങ്ങനെ രണ്ട് പോയ്ക്കാം എന്നുള്ളതായിരിക്കും. അതെ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണ്. ഇപ്പോഴത്തെ പിള്ളേർ നമ്മുടെ സമൂഹം ആകെ ബുദ്ധിമുട്ടായി. എന്നുവെച്ചാൽ നിങ്ങളൊക്കെ നടത്തുന്ന ഈ സംരംഭം വളരെ വളരെ നല്ലതാണ്. ഇതൊക്കെ മാറി കിട്ടണം നമുക്ക്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ച് പരിശ്രമിച്ചേ പറ്റുള്ളൂ. പിന്നെ ചെറിയ പിള്ളേരെ ഇപ്പോൾ ആർട്സിലും സ്പോർട്സിലേക്ക് മാതാപിതാക്കൾക്ക് പറയാനുള്ളത് തന്നെ അതിലേക്ക് തിരിച്ചുവിടുക. അതായത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാലത്ത് റെയിൽവേയുടെ മികച്ച ഫുട്ബോൾ പ്ലെയർ ആയിരുന്ന ശ്രീ ഡാനിയൽ പറയുന്നു, കേട്ടോട്ടെ. മാതാപിതാക്കളോട് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. പിള്ളേരെ, ചെറിയ പിള്ളേർ, അടുത്ത തലമുറയെ നമ്മൾ നന്നാക്കി എടുക്കണമെങ്കിൽ ഒരുവിധം ഇവരെ സ്പോർട്സിലേക്കും ആർട്സിലേക്കും ഇവരെ ശ്രദ്ധ തിരിച്ചുവിടുക. അതാണ് മെയിൻ. പിന്നെ വേറൊന്ന് സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ കുറച്ച് മാറേണ്ടതായിട്ടുണ്ട്. ശക്തമാക്കണം. എന്നാലേ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് തുടച്ചു മാറ്റാൻ പറ്റും. പക്ഷേ നമ്മളൊക്കെ എങ്ങനെ പിള്ളേരിലേക്ക് ഈ കളിക്കളത്തിന്റെ ലഹരി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ കളിക്കളത്തിലേക്ക് പിള്ളേർ വരുന്നില്ല. അതാണ് മെയിൻ ഇതിൻ്റെ ഒരു പ്രശ്നം. അവർ മുഴുവൻ ഫുൾ ടൈം മൊബൈലാണ്. മൊബൈലിലൂടെയാണ് ഈ ഇതിനകത്തേക്ക് മുഴുവൻ എത്തുന്നത്. വെക്കേഷൻ സമയമാണ്. ചുരുങ്ങിയതൊരു 2-3 മണിക്കൂറെങ്കിലും ഗ്രൗണ്ടിൽ ചെലവഴിക്കാൻ കുട്ടികൾക്ക് കഴിയണം. എന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് എത്താനുള്ളൊരു സംവിധാനം ഉണ്ടാകണം. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാര്യങ്ങളൊക്കെ ഏകദേശം ധാരണ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഇനി ഇവിടെ നിന്ന് യാത്ര എങ്ങോട്ടാണ് രഞ്ജിത്തെ? നമ്മൾ ഇവിടുന്ന് അടിവാരത്തേക്കുള്ള പോകാനുണ്ട്. പക്ഷെ ഇവിടെ കുറേയധികം ആളുകൾ നമ്മളെ കാണാനുണ്ട്. ഇന്ന് ഒരുപാട് വാർത്ത സംഭവിക്കുന്ന ദിനം കൂടിയാണ്. ഞായറാഴ്ചയാണെങ്കിലും വാർത്തയ്ക്ക് അവധിയില്ല എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. നമ്മളിപ്പോഴുള്ളത് ഈങ്ങപ്പുഴ പഞ്ചായത്തിലാണ്. ഈങ്ങപ്പുഴയിലെ ബസ് സ്റ്റാൻഡിൽ, പുതുപ്പാടി ബസ് സ്റ്റാൻഡിലാണുള്ളത്. ഈങ്ങപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്, പുതുപ്പാടി പഞ്ചായത്തിലാണ് ഈങ്ങപ്പുഴയും അടിവാരവും താമരശ്ശേരിയും ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും നമ്മുടെ വാർത്തായാത്ര തുടരും.